വിശ്വാസികളുടെ സമരയജ്ഞത്തിന് ശാശ്വത പരിഹാരവുമായി സഭാ നേതൃത്വം ഇനിയും എത്തിയിട്ടില്ലെങ്കിലും സീറോ മലബാർ സഭ വിശ്വാസികൾക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്തയുമായിട്ടാണ് ഓരോ ദിവസവും ബസിലിക്കയുടെ മുമ്പിലുള്ള ആരാധന ചാപ്പലിൽ സഭയുടെ വിശ്വാസികൾ, സീറോ മലബാർ സഭയുടെ മക്കൾ, എറണാകുളം അങ്കമാലി അതിരൂപത സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഇടവകാംഗങ്ങളുടെ സഹന സമരം പുലരുന്നത്. പുതിയ കാഴ്ചകൾ കാണാനും പുതിയ കേൾവികൾ കേൾക്കാനും കർത്താവ് ഹൃദയം തുറന്നു തരുന്നു, കണ്ണുകൾ തുറന്നു തരുന്നു, ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ബസിലിക്ക ഇടവകയിൽ. നമ്മുടെ സഭയോടൊപ്പം നിലകൊള്ളുന്ന വിശ്വാസികൾക്ക് ഐക്യദാർഢ്യമായി ഈ സമരപ്പന്തലിലേക്ക് ഇവിടെയുള്ള സഭാദ്രോഹികളുടെ, സഭാവിരുദ്ധരുടെ കൂടെയായിരിക്കുന്ന അവരുടെ കുടുംബങ്ങളും അവരുടെ ഭാര്യമാരും മക്കളുമടങ്ങുന്ന ഒരു സമൂഹം തന്നെ എത്തി പിന്തുണ അറിയിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സമരപ്പന്തലിലുണ്ടായത്. ഇതിനെ ഒരു സമരം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ലെങ്കിലും പ്രതിഷേധം സഭയ്ക്കെതിരെയല്ല, സഭാ നേതൃത്വത്തിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സമരമാർഗമായിട്ട് എടുക്കേണ്ടതില്ല. ഇതൊരു പ്രതിഷേധം മാത്രമാണ്, അതിശക്തമായ പ്രതിഷേധം. വിശ്വാസ തകർച്ച ഇല്ലാതാക്കുവാൻ വേണ്ടി, കുടുംബങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി, സഭയോട് ചേർന്ന് നിൽക്കുന്നതിനു വേണ്ടി വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും എടുത്തിരിക്കുന്ന ദൃഢപ്രതിജ്ഞയാണ് ഈ പ്രതിഷേധം. ഇത് മറ്റൊരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല. ഇവിടെ എല്ലാവരും ഓരോ ദിവസവും രാത്രിയും പകലും ഉറക്കമിളച്ച് സഭയ്ക്ക് വേണ്ടി, സഭയുടെ ദേവാലയത്തിനു വേണ്ടി, ഇവിടുത്തെ മൂല്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കാവലിരിക്കുന്നത് സഭയോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടും സഭയുടെ നേതൃത്വത്തിലും സിനഡ് മെത്രാന്മാരും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതും കാത്ത് വിശ്വാസികൾ കാത്തിരിക്കുന്നത് നല്ലൊരു നാളേക്ക് വേണ്ടിയാണ്, നല്ലൊരു പുലർച്ചെ ശുഭവാർത്ത കേൾക്കാനാണ്. എന്നിരുന്നാലും കണ്ണടച്ചിരിക്കുന്ന സഭാ നേതൃത്വത്തെ ഉണർത്തുവാൻ വേണ്ടി വീണ്ടും വീണ്ടും സഭയോടൊപ്പമുള്ള വിശ്വാസികൾ പങ്കെടുത്ത് ഈ സമാധാന യജ്ഞത്തെ, പ്രാർത്ഥനാ യജ്ഞത്തെ, പ്രതിഷേധത്തെ വാനോളം ഉയർത്തുമ്പോൾ ദൈവം കണ്ണടച്ചിരിക്കില്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ ഇവിടെ പ്രതിഫലിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സാന്നിധ്യവും സഹകരണവും സഹായവും സാന്നിധ്യവുമാണ് ഈ സമരത്തെ, ഈ പ്രതിഷേധത്തെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നത്. ഇതിനൊരു പ്രതിഫലം ദൈവം തരാതിരിക്കുകയില്ല. ഇത് സമരമാർഗമായിട്ടല്ല എന്ന് പറഞ്ഞെങ്കിലും ഇത് നേതൃത്വത്തിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ, അതിശക്തമായ പ്രതിഷേധം മാത്രമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന സത്ത ഇവിടെ ഈ ദേവാലയത്തിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഇപ്പോഴും അനധികൃതമായി തുടരുന്ന മണവാളൻ എന്ന മുൻ വൈദികനെ എത്രയും വേഗം സഭാ നേതൃത്വം ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ സമരത്തിൻ്റെ ഗതി അതിശക്തമായി ആരംഭിക്കുന്നതാണ് എന്ന് ഖേദപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഇത് വിശ്വാസികളുടെ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നതല്ല. സഭാ നേതൃത്വം ഈ വിശ്വാസികളെ, ഈ പാവം വീട്ടമ്മമാരെ, ഈ പാവപ്പെട്ട കുടുംബാംഗങ്ങളെ അവരുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ അനുവദിക്കാതെ ഈ കൊടും മഴയും വെയിലും തണുപ്പും കൊതുക് കടിയും അനുഭവിക്കാൻ വേണ്ടി സഭാ നേതൃത്വത്തിലെ പ്രത്യേകിച്ച് സിനഡ് മെത്രാന്മാർ ഈ വിശ്വാസികളെ തെരുവിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റാതെ ഈ മണവാളൻ എന്ന മുൻ വൈദികനെ അരമനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടും സഭയുടെ സിനഡ് കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയിട്ടും മാമോദീസ, വിവാഹാശീർവാദം തുടങ്ങിയ, കുംഭസാരം തുടങ്ങിയ കൂദാശ വിലക്കുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നടത്തി സഭയെ പ്രകോപിപ്പിക്കുകയും സഭയെ അനുസരിക്കാതിരിക്കുകയും കണ്ടിട്ടും കണ്ണടച്ചിരുട്ടാക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരി പാമ്പ്ളാനി മെത്രാനും കണ്ണു തുറന്ന് കാഴ്ചകൾ കാണേണ്ടതാണ്. ഇവിടെ നടക്കുന്ന വിശ്വാസികളുടെ ക്ഷമയെ, സഹനത്തെ കണ്ടില്ല എന്ന് എത്ര നാൾ നിങ്ങൾക്ക് നടിക്കാൻ സാധിക്കും? വിശ്വാസികൾ ഒരു നാൾ ഉണരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തകർച്ച ഭയാനകമായിരിക്കുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഈ വിശ്വാസികളെ നിങ്ങൾ തെരുവിലേക്ക് തള്ളിയിട്ടപ്പോൾ നിങ്ങളുടെ മൂല്യമാണ് നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്, നിങ്ങളിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്. നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുമ്പോൾ നിങ്ങളുടെ അധികാരമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. നിങ്ങൾ ഇരുട്ടത്ത് വെക്കുന്നത് നിങ്ങളുടെ അധികാരമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു മെത്രാന്മാരെ. മേജർ ആർച്ച് ബിഷപ്പെ, അദ്ദേഹത്തിൻ്റെ വികാരി പാമ്പ്ളാനി മെത്രാനെ, നിങ്ങൾ ഇരുട്ടിലാണിപ്പോഴും. നിങ്ങൾ വെളിച്ചത്തേക്ക് വരിക.